ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് 2022 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ നമ്മളത് അഴിച്ച് നിന്ന് ചാർജിലിട്ടായിരുന്നു. ചാർജ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി, എൻ്റെ ബാറ്ററി നമ്പർ ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് ചാർജ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തു ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്തതാണ്, അപ്പോൾ ബാറ്ററി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്, 4 ആംപിയറിൻ്റെ. അപ്പോൾ അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോണ്ടല്ലോ, ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നതും അതേപോലെ തന്നെ ചാർജ് ഇറങ്ങി പോകുന്നതിൻ്റെ ഒരു റീസണും അതാണ് കേട്ടോ. അപ്പോൾ അത് നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് അത് കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. അപ്പോൾ കാരണം അതിൻ്റെ വാറണ്ടി പീരീഡിലുള്ളതാണോ എന്നുള്ള ദിവസം നോക്കാം. നമുക്ക് 24 മാസമാണ് ആമറോണിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വന്നത്. 24 മാസം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാറണ്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനുള്ള അർഹതയുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊന്ന് വാറണ്ടി കാർഡ് വെച്ചിട്ട് നോക്കാം. അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ ബാറ്ററി നമ്പർ വന്നത്. ആ നമ്പറും മാച്ചാണുള്ള ആ വാറണ്ടി കാർഡിന് കറക്റ്റ് നമ്പർ ഉണ്ടാവും കേട്ടോ. അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ആ നമ്പറാണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം വേറെ ബാറ്ററി കാർഡ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ച് നോക്കരുത്. 2022 മോഡൽ ബാറ്ററിയാണ്, ബാറ്ററി നമ്പറാണ് ഈ കാണുന്നത്. അത് രണ്ടും ആ വാറണ്ടി കാർഡിൽ പഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഓക്കെ.